ഇന്നത്തെ ഷോർട്ട് സീരീസിൽ ഇതുപോലെ നമ്മൾ എക്കണോമിക്സിൽ പറഞ്ഞു വന്നതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും എക്സാമിന് ഏതെങ്കിലും ഒരു ഇതിൽ, അതായത് ചെറിയ മാർക്കിനോ അല്ലെങ്കിൽ വലിയ മാർക്കിനോ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുള്ളൊരു ടേമാണ് എന്ത്, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഗ്രീൻ റെവല്യൂഷനെ പറ്റിയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ടിവിറ്റി ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഈ പറയുന്ന കൊളോണിയൽ റൂളിംഗ് നടന്നിരുന്ന സമയത്ത് വളരെ ലോ ആയിരുന്നു. അഗ്രികൾച്ചറൽ സെക്ടറിന് വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ടൊന്നും അവിടുന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ്, ഈ ഒരു അഗ്രികൾച്ചറൽ സെക്ടറിന് എന്ത് സംഭവിച്ചു? സ്റ്റാഗ്നേഷൻ സംഭവിച്ചു. സ്റ്റാഗ്നേഷൻ അതായത് ഇങ്ങനെ സ്റ്റക്കായി മുന്നോട്ട് പോകാതെ ഒരു മുരടിച്ച വന്നു എന്നുള്ളതാണ്. ആൻഡ് അതിനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ സംഭവിക്കുന്നത്. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HYV സീഡ്സ്, അതായത് ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സിൻ്റെ ഉപയോഗം നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ HYV സീഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ HYV സീഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രത്യുൽപാദന ശേഷി കൂടുതലുള്ള, അതായത് കൂടുതൽ ഈ പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഭയങ്കര ഹൈ ആയിട്ടുള്ള സീഡ്സ് ആണ്. അത് യൂസ് ചെയ്ത് കൃഷി ചെയ്യാനായിട്ട് സാധിച്ചു, കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് ഇതിപ്പോൾ നമ്മൾ HYV സീഡ്സ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് നല്ല എന്താ പറയുക, നല്ല രീതിയിൽ ഫണ്ട് ആവശ്യമാണ്. നമുക്ക് ഈ പറയുന്നത് പോലെ പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ നമ്മുടെ ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അങ്ങനെ പല കാര്യങ്ങളും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം ഈ HYV സീഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ. കാരണം HYV സീഡ്സ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കീടാണുക്കളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള സീഡ്സ് ആണ്. പെട്ടെന്ന് തന്നെ കീടാണുക്കൾ ഇതിനെ അറ്റാക്ക് ചെയ്യാം, പെസ്റ്റ് ഇതിനെ അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ HYV സീഡ്സ് യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അത്രയും നമുക്ക് ശ്രദ്ധ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫേസിൽ, ഗ്രീൻ റെവല്യൂഷൻ്റെ ഫസ്റ്റ് ഫേസിൽ എല്ലായിടത്തേക്കും ഒറ്റയടിക്ക് ഇത് ഉപയോഗം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര പോസിബിൾ അല്ല. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമ്മൾ എന്ത് ചെയ്തു, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാടു ഈ 3 സ്റ്റേറ്റിൽ മാത്രം ഇതിൻ്റെ ഉപയോഗം നടപ്പാക്കി. ഓക്കെ, ഫസ്റ്റ് ഫേസിൽ അവിടെ മാത്രമാക്കി. പിന്നെ സെക്കൻഡ് ഫേസിലേക്ക് അവിടെ നമ്മളൊന്ന് സക്സസ് ആക്കിയതിന് ശേഷം സെക്കൻഡ് ഫേസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മറ്റുള്ള സ്റ്റേറ്റ്സിലേക്ക് ഇത് പിന്നെ നമ്മൾ വേസ്റ്റ് ആയിട്ട് എല്ലായിടത്തേക്കും കൊണ്ടുവരാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രീൻ റെവല്യൂഷൻ വന്നതിലൂടെ നമുക്ക് സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതായത് നമ്മുടെ എയിമും അതായിരുന്നു, ഫുഡ് ഐറ്റംസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പുറമെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യരുത്, ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വരരുത്. അപ്പോൾ ആ രീതിയിൽ സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മാർക്കറ്റഡ് സർപ്ലസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കൃഷി ചെയ്യുന്നു, ഞാൻ ഈ HYV സീഡ്സ് വെച്ച് കൃഷി ചെയ്യുമ്പോൾ എനിക്ക് സാധാരണ കിട്ടുന്നതിലും കൂടുതൽ എനിക്ക് വിളവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, അല്ലെ, പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ്, എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ഉപയോഗിച്ചിട്ട് ബാക്കി എനിക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ കൊണ്ടുപോയി സെല്ല് ചെയ്യാം. അങ്ങനെ സെല്ല് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് എന്തുണ്ടാക്കാം, പ്രോഫിറ്റ് ഉണ്ടാക്കാം. സോ അതിനാണ് നമ്മൾ മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പം അത്രയും ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കർഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അതിൽ ബാക്കിയുള്ളത് പുറമേക്ക് ആൾക്കാർക്ക് സെല്ല് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം കൂടുതലായിട്ട് കിട്ടുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ HYV സീഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ HYV സീഡ്സ് യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ പറയുകയാണെങ്കിൽ സ്മോൾ ആൻഡ് റിച്ച് ഫാമേഴ്സ് ഉണ്ട്. അതായത് കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും, ഭയങ്കരമായിട്ട് വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും, അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഡിസ്പാരിറ്റി ആക്ച്വലി ഇത് കൂട്ടി കിട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ച്, അതായത് ഇച്ചിരി ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്ന സ്മോൾ ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി ഇതും കൂടി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി അവർക്കൊരു ഫിനാൻഷ്യൽ ബേർഡൻ വരും. അപ്പോൾ അവർ കുറച്ചും കൂടി സ്ട്രഗ്ലിംഗ് ആയിരിക്കും. പക്ഷേ വലിയ ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടി ഈസി, അവർക്ക് ഇരട്ടി പ്രോഫിറ്റും കിട്ടും. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഒരു ഡിസ്പാരിറ്റി കൂട്ടി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ സ്മോൾ ഫാമേഴ്സിനും ഇത് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം അവർക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട്, ലോ ഇൻട്രസ്റ്റിൽ ലോൺ കൊടുക്കുകയും അതുപോലെ തന്നെ സബ്സിഡൈസ്ഡ് ആയിട്ട് അവർക്ക് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗ്രീൻ റെവല്യൂഷനെ പറ്റി പറയണം. ഗ്രീൻ റെവല്യൂഷൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റഡ് സർപ്ലസ്, സെൽഫ് സഫിഷ്യൻസി, ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് ഹെൽപ്പ് ലോ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയുന്നതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇതിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ എന്താ പറയുക, എടുത്ത് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻക്രീസ് ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ സ്മോൾ ആൻഡ് ബിഗ് ഫാമേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, മോർ പ്രോൺ ടു അറ്റാക്ക് ബൈ പെസ്റ്റ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. പിന്നെ സോയിൽ ഡീഗ്രഡേഷൻ, കാരണം ഇത്രയും പെട്ടെന്ന് പെസ്റ്റിൻ്റെ അറ്റാക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എന്താണ്,
എന്താണ് നമ്മൾ ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കേണ്ടി വരും HYV സീഡ്സ് യൂസ് ചെയ്യുമ്പോൾ. അതിൻ്റെ യൂസേജ് കൂടുമ്പോൾ എന്താവും, ഒബ്വിയസ്ലി മണ്ണിൻ്റെ ഗുണമേന്മ കുറച്ച് ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഇല്ലാതെയാവും അല്ലേ. ആ മണ്ണ് കുറേ കാലം കഴിയുമ്പോൾ പിന്നെ അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത പോലെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സോയിൽ ഡീഗ്രഡേഷൻ സംഭവിക്കാനും അതൊരു കാരണമായി എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് എഴുതാനായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് എഴുതാനുള്ള പോയിന്റ്സ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നല്ലപോലെ പഠിച്ചു വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.